ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചുരക്ക കൊണ്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ചുരക്കയിൽ നിന്ന് ഞാനൊരു 250 ഗ്രാം ചുരക്കയാണ് ഇപ്പോൾ എടുക്കണുള്ളൂ ഈ ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചുരക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പീലർ ഉപയോഗിച്ച് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു 1.5 കിലോയ്ക്ക് മേലെ തൂക്കമുള്ള ഒരു ചുരക്കയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വെച്ചിട്ട് ഞാനൊരു അലുവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനടി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതപ്പോൾ ചുരക്കയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ സോസ് പാനിലൊക്കെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴും പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. കുക്കറാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് വെന്ത് കിട്ടുമല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ ഇതാ വേവിച്ചെടുത്ത ചുരക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുത്ത പാലാണ് എടുക്കണമെങ്കിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മിക്സി ശരിക്കും അടിഞ്ഞെടുക്കില്ലാത്ത മിക്സി ആണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി പാൽ ഒഴിച്ച് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഈ ഒരു ചുരക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല കേട്ടോ. ഇനി അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അരിക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷെ ഞാനിതിപ്പോൾ അരിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഇനി അടിച്ചെടുത്ത ജ്യൂസ് ഗ്ലാസ്സുകളിലായിട്ട് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റാണ്. ചുരക്കയാണെന്ന് പോലും ആരും പറയില്ല കേട്ടോ. പിന്നെ ഇത് എന്ത് ജ്യൂസാണെങ്കിലും നമ്മൾ അടിച്ചെടുത്ത ഉടനെ തന്നെ ഉപയോഗിക്കുക കേട്ടോ. കുറേ നേരം വച്ചുകൊണ്ടിരുന്നിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.